ഇന്ത്യ US വ്യാപാര കരാറിലും രാഹുൽ ഗാന്ധിയെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്തതിലും പാർലമെന്റ് പ്രക്ഷുബ്ധം. സസ്പെൻഷനിലായ MP മാർ പാർലമെന്റ് കവാടത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചു. കരാറിൽ കർഷകരുടെ താൽപര്യം സംരക്ഷിച്ചെന്ന് പീയൂഷ് ഗോയൽ സഭയിൽ പറഞ്ഞു. ലോക്സഭ 5 മണിവരെ നിർത്തിവെച്ചു. നരവണയുടെ പുസ്തകവുമായി രാഹുൽ ഗാന്ധി പാർലമെന്റ് മന്ദിരത്തിലെത്തി. മോദിക്കെതിരായ പരാമർശം മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി വായിച്ചു. എല്ലാ ഭരണഘടനാ സംവിധാനങ്ങളെയും BJP ഇടിച്ചു നിരത്തിയെന്ന് മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭയിൽ പറഞ്ഞു. यह अमेरिका द्वारा कई प्रतिस्पर्धी देशों पर लगाए गए टैरिफ से कम है, जिससे अमेरिकी बाजार में भारत की निर्यात प्रतिस्पर्धात्मकता में वृद्धि होगी. यहाँ पे मेन लाइन है जो प्रधानमंत्री ने कही, जो उचित समझो वो करो. राइट? जब चीफ ऑफ आर्मी स्टाफ जनरल नारावने ने राजनाथ सिंह जी को फोन किया और कहा कि देखिए कैलाश रिज पर चाइनीज टैंक्स आ गए हैं, हमारी टेरिटरी है, कैलाश रिज पर चाइनीज टैंक्स आ गई हैं, हमें क्या करना है. पहले राजनाथ सिंह जी ने उनको रिप्लाई नहीं दिया. उन्होंने जयशंकर जी से पूछा, NSA से पूछा, राजनाथ सिंह जी से पूछा, कोई रिप्लाई नहीं आया. आजादी के बाद हमारे सामने 2 सबसे बड़े लक्ष्य थे. समान न्याय पर आधारित सामाजिक व्यवस्था खड़ी करना और देश को एक संसदीय लोकतंत्र बनाना. आपने 11 सालों में दोनों पर बुलडोजर लगाए और आपकी सोच में संविधान नीचे और मनुस्मृति ऊपर. पिछले सालों में सरकार संविधान के 4 स्तंभों को जस्टिस, लिबर्टी, इक्वालिटी और फ्रेटर्निटी पर चोट आपने लगा दी. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, കഴിഞ്ഞ 2 ദിവസവും MM നരവണയുടെ പുസ്തകത്തെ ചൊല്ലിയായിരുന്നു സഭ തടസ്സപ്പെട്ടത്. ഇന്നിപ്പോൾ ഇന്ത്യ US കരാറിനെ ചൊല്ലിയായിരുന്നു ബഹളം. ഇനിയിപ്പോൾ 5 മണിക്ക് വീണ്ടും ലോക്സഭ ചേരുമ്പോൾ പ്രക്ഷുബ്ധമാകാൻ തന്നെയല്ലേ സാധ്യത? 5 മണിക്ക് ലോക്സഭ ചേരുമ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കാൻ പോവുകയാണ്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട നന്ദിപ്രമേയ ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. പ്രധാനമന്ത്രി 5 മണിക്ക് സംസാരിക്കുമ്പോൾ വലിയ പ്രതിഷേധം ഉയർത്തുവാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും 3 വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ US വ്യാപാര കരാറാണ്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്തതും. ഈ സംസാരത്തിൽ പ്രതിഷേധിച്ച് 8 MP മാർക്കാണ് കഴിഞ്ഞ ദിവസം സസ്പെൻഷൻ നൽകിയത്. ഇതിലും ആണ് പ്രതിഷേധം ശക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഈ ഇന്ത്യ US കരാറുമായി ബന്ധപ്പെട്ട് പീയൂഷ് ഗോയൽ ഇത്തരത്തിൽ പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ആ സമയത്ത് മോദി സറണ്ടർ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. വരും മണിക്കൂറുകളിലും ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് തന്നെ പ്രതിപക്ഷം വ്യക്തമാക്കുന്നു. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രിയെയും സഭയിൽ സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധം ഉണ്ടായത്. പിന്നീട് രാഹുൽ ഗാന്ധി അവഗണിച്ചുകൊണ്ട് മറ്റ് സഭാംഗങ്ങളെ സംസാരിക്കാൻ വിളിക്കുന്ന നിലപാടാണ് സ്പീക്കർ സ്വീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് MP മാർ പേപ്പറുകളടക്കം സ്പീക്കറിന്റെ ചെയറിലേക്ക് കീറിയെറിയുകയും ഇതിന് പിന്നാലെ സസ്പെൻഷൻ നൽകുകയും ചെയ്തു. ഇന്നും സമാനമായ കാഴ്ചകൾ തന്നെയാണ് പാർലമെന്റിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. ഇന്ന് പാർലമെന്റിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയത് മുൻ കരസേനാ മേധാവി MM നരവണയുടെ പുസ്തകവുമായിരുന്നു. ആ പുസ്തകം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് രാഹുൽ പാർലമെന്റിലേക്ക് പ്രവേശിച്ചത്. കാരണം അതിലുള്ള ആരോപണങ്ങൾ, അതിൽ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ കൃത്യമായി രാജ്യം അറിയേണ്ടതാണ്. കാരണം രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇതിലുള്ളത്. കാരണം ഇന്ത്യ ചൈന സംഘർഷങ്ങൾക്കിടെ എന്താണ് സംഭവിച്ചത്? കാരണം 2020 ഓഗസ്റ്റ് 31 ചൈനീസ് ടാങ്കറുകൾ ഇന്ത്യയിലേക്ക് പാഞ്ഞെടുത്തപ്പോൾ പ്രതിരോധ മന്ത്രാലയവും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി സംസാരിച്ചിരുന്നെങ്കിലും തനിക്ക് യാതൊരുവിധ നിർദ്ദേശങ്ങളും ലഭിച്ചില്ല എന്ന പുസ്തകത്തിൽ ആരോപണമുണ്ടെന്നതാണ് റിപ്പോർട്ടുകളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ പുസ്തകം പ്രസിദ്ധീകരിക്കാത്ത ഈ പുസ്തകവുമായാണ് രാഹുൽ ഇന്ന് എത്തിയത്. കറുത്ത ഷർട്ടണിഞ്ഞുകൊണ്ടാണ് രാഹുൽ ഇന്ന് പാർലമെന്റിലേക്ക് എത്തിയത്. എന്തെങ്കിലും പ്രതിഷേധം. അരവിന്ദ്, പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ നന്ദിപ്രമേയ ചർച്ചയ്ക്കപ്പുറം മറ്റു വിഷയങ്ങൾ അദ്ദേഹം പരാമർശിക്കാനിടയുണ്ടോ?
പ്രതിപക്ഷത്തിനെതിരെ അതിരൂക്ഷ വിമർശനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഇക്കാര്യം ആഭ്യന്തരമന്ത്രിയായാലും മറ്റ് മന്ത്രിമാരടക്കം സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയിരുന്നു. പ്രതിപക്ഷത്തിന്റെ നിലപാടിനെതിരെ ശക്തമായ വിമർശനമുണ്ടാകും. പക്ഷേ എത്രത്തോളം പ്രധാനമന്ത്രിക്ക് സംസാരിക്കാൻ സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ സഭാ സമ്മേളനങ്ങളിലടക്കം ഇങ്ങനെ ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. കാരണം രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചു. എന്തെങ്കിലും ഏത് തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നെങ്കിലും ആ പ്രസംഗങ്ങളുമായി മുന്നോട്ട് പോകാൻ രാഹുലിന് സാധിച്ചത്. പക്ഷേ എം നരവനെയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ രാഹുൽ ഉയർത്തിയതിന് പിന്നാലെ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്ററി മന്ത്രിയുമാണ് രാഹുൽ ഗാന്ധിയെ തടസ്സപ്പെടുത്തിയത്. പക്ഷേ രാഹുൽ ഈ വിഷയം ആവർത്തിക്കുമ്പോഴും അത് ഒരിക്കലും രാഹുലിനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. പക്ഷേ മുൻകാലങ്ങളിൽ രാഹുലിന്റെ പ്രസംഗം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ട് അപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കാത്ത സഭയിൽ പ്രധാനമന്ത്രിയും സംസാരിക്കാൻ അനുവദിക്കില്ല എന്നതാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്.